എൻ്റെ കാര്യം വളരെ നേരത്തെ നിങ്ങളോട് പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. എല്ലാ എം പിമാരുടെ ഉത്തരവാദിത്വം അവരവരുടെ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളെ പരമാവധി വോട്ടുകൾ നേടിയെടുത്ത് വിജയിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാ എം പിമാരുടെയും ദൗത്യം അതാണ്. കാരണം ഈ ഞങ്ങളെ എം പിമാരാക്കാൻ കഷ്ടപ്പെട്ട ആളുകളാണിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പോൾ അവരെ MLA മാരാക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എം പിമാരുടെ ഉത്തരവാദിത്വം. പിന്നെ കോൺഗ്രസിൻ്റെ സ്ക്രീനിങ് കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ ജില്ലകളിലെയും സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ചിടത്തോളം വളരെ വിശദമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് അന്തിമമായ പട്ടിക പ്രസിദ്ധീകരിക്കുന്നവരെ സ്ഥാനാർത്ഥിയാകാൻ ശ്രമിക്കാം. അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായി ആ പ്രഖ്യാപനത്തിന് അനുസൃതമായ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നുള്ളതാണ് എല്ലാവരുടെയും ഉത്തരവാദിത്വം. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുക്കും. കേരളത്തിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള എല്ലാ എം പിമാരും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണവശാലും പാർട്ടി പ്രതിരോധത്തിലല്ല. കാരണം ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സ് അന്തിമമായി നമ്മുടെ CEC കൂടി കേരളത്തിലെ കോൺഗ്രസ് പട്ടിക പ്രസിദ്ധീകരിക്കുന്നവരെ ആർക്ക് വേണമെങ്കിലും അവരുടെ വാദഗതികളുമായി മുന്നോട്ട് പോകാം. മനസ്സിലായില്ലയോ? അപ്പോൾ സീറ്റിന് വേണ്ടി ശ്രമിക്കാം. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് അന്തിമമായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു എം പിയും അതിനെതിരെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. കാരണം എല്ലാവരും കോൺഗ്രസ് വികാരം ഉൾക്കൊള്ളുന്ന ആളുകളാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സിരകളിൽ കൂടി ഒഴുകുന്ന രക്തം കോൺഗ്രസിൻ്റേതാണ്. അപ്പോൾ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി ഒരു എം പിയും പ്രവർത്തിക്കില്ല. കാരണം കേരളത്തിലെ പൊതുജന സമൂഹം ഈ ഗവൺമെൻറ് മാറി UDFൻ്റെ നേതൃത്വത്തിലൊരു ഗവൺമെൻറ് വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ ജനവികാരത്തിനെതിരായി നിൽക്കാൻ ഒരു എം പിയും തയ്യാറാവില്ല. ഞാൻ വീണ്ടും പറയുന്നു, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രോസസ്സ് അന്തിമമായി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുന്നവരെ ആർക്ക് വേണമെങ്കിലും സ്ഥാനാർത്ഥിയാകാൻ ശ്രമിക്കാം. അതിലൊരു തെറ്റുമില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ അന്തിമമായ പട്ടിക പ്രസിദ്ധീകരിച്ചാൽ ഒരൊറ്റ എം പി പോലും അതിനെതിരെ നിൽക്കുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. നിൽക്കാൻ സാധ്യതയില്ല. കാരണം അങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളെ വിജയിപ്പിച്ചവരാരാണ്? കോൺഗ്രസ് പ്രവർത്തകരാണ്, കോൺഗ്രസ് നേതാക്കന്മാരാണ്. ആ നേതാക്കന്മാരാണ് അസംബ്ലിയിൽ മത്സരിക്കുന്നത്. അപ്പോൾ എൻ്റെ അസംബ്ലി മണ്ഡലത്തിൽ 7 MLA മാർ മത്സരിക്കുന്നുണ്ട്. 5 എണ്ണം കാസർഗോഡ് ജില്ലയിൽ, 2 എണ്ണം പിന്നെ കണ്ണൂർ ജില്ലയിൽ, പയ്യന്നൂരും കല്യാശ്ശേരിയും. ഈ 7 അസംബ്ലി മണ്ഡലവും എനിക്ക് ഒരുപോലാണ്. ആ 7 അസംബ്ലി മണ്ഡലത്തിലെയും UDF സ്ഥാനാർത്ഥികളെ വിജയതിലകം അണിയിക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടാൻ ഉള്ള ഒരു ഉത്തരവാദിത്വമാണ് എനിക്കുള്ളത്. ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കും. ആരാണ് സ്ഥാനാർത്ഥിയെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. പാർട്ടി മുന്നണി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് എം പിമാരുടെ ഉത്തരവാദിത്വം. ഈ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ഒരു മലവെള്ള പാച്ചിലാണ്. ഈ മലവെള്ള പാച്ചിൽ ഇങ്ങനെ പാഞ്ഞു വരുമ്പോൾ ഈട്ടിത്തടിയോ തേക്കിൻ്റെ തടിയോ നിന്നാൽ കടപുഴകി അത് പോവും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് UDFൻ്റെ സ്ഥാനാർത്ഥികളുടെ സൗന്ദര്യം നോക്കിയോ അവരുടെ പാരമ്പര്യം നോക്കിയല്ല. ഇത്തവണ LDFനെതിരെ പിന്നെ വിധി എഴുതാൻ കാത്തു നിൽക്കുന്ന ഒരു ജനസമൂഹത്തിന് മുമ്പിൽ സ്ഥാനാർത്ഥിയുടെ പാരമ്പര്യവും പൈതൃകവും സൗന്ദര്യവും ഒന്നും ഒരു വിഷയമല്ല. UDF സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർ നിങ്ങൾ UDFന് ബാലി കയറാൻ മലയാണെന്ന് വിശ്വസിക്കുന്ന മണ്ഡലത്തിൽ പോലും ഇത്തവണ ജയിച്ചു കയറും. ഞാൻ പറയുന്നു, ഇത്തവണ 111 സീറ്റുകൾ UDF നേടി അധികാരത്തിൽ വരും. 977-ൽ 111 സീറ്റ് നേടിയിട്ടാണ് ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ആ ഒരു 111 ഇത്തവണയും കിട്ടും. അല്ല, വിവാദങ്ങളെന്ന് പറയാൻ പറ്റത്തില്ലോ. വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആരാണ്? നിങ്ങൾ ചാനലുകളാണ്. ഇപ്പോൾ വിവാദങ്ങളാണ് ഇപ്പം ആവശ്യം നിങ്ങൾക്ക്. കാരണം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഒരുപാട് ആളുകൾ പൊഴിഞ്ഞു പോകുന്നുണ്ട്. ആയിഷ പോറ്റി പോയി, അതുപോലെ തന്നെ മൂന്നാറിലെ MLA രാജേന്ദ്രൻ പോയി, അവസാനം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായ സുധാകരൻ പോയി, നാട്ടിക MLA പോയി. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ. അതുപോലെ മലമ്പുഴയിൽ എത്രയെത്ര കമ്മ്യൂണിസ്റ്റുകാരെ പോയ ശശി പോയി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരു വലിയ കൊഴിഞ്ഞുപോക്കുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഞങ്ങളിൽ മാത്രമല്ല അപ്പുറത്തും ഇതൊക്കെ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ഒരു ശ്രമം നടക്കുകയാണ്. അതുകൊണ്ട് ഇതൊന്നും UDFൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന പ്രശ്നമില്ല. കാരണം ജനങ്ങൾ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്.
LDFിനെ താഴെ ഇറക്കാൻ, UDFിനെ അധികാരത്തിലേറ്റാൻ ആ ജനങ്ങൾക്ക് ഇന്ന് നടക്കുന്ന വിവാദങ്ങളിലൊന്നും ഒരു താല്പര്യമില്ല. അതിപ്പോൾ സുധാകരൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഇത്തരം ചോദ്യങ്ങൾ, സുധാകരനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നതിലെ ഭംഗി. എന്നെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ നമ്മുടെയൊക്കെ പഴയ KPC പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ആഗ്രഹിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ പാർട്ടി, ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നവരെ എല്ലാ MP-മാർക്കും സീറ്റ് ചോദിക്കാനും സീറ്റ് നേടിയെടുക്കാനും ശ്രമിക്കാം. പക്ഷേ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ അതിന് തടസ്സമായി സുധാകരൻ നിൽക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല.